കണക്ക് പിഴയ്ക്കാത്ത മനക്കണക്കിലൂടെ കൗതുകമാവുകയാണ് മലപ്പുറം അങ്ങാടിപ്പുറം എരവിമംഗലം സ്വദേശിയായ 5 വയസ്സുകാരൻ സിദ്ധന്ത് വിഷ്ണു. എത്ര കടുപ്പമുള്ള കണക്കുകളിലും ഞൊടിയിടയിൽ സിദ്ധന്തിൻ്റെ മനക്കണക്കിൽ ഉത്തരം റെഡിയാകും. ഓർമ്മശക്തിക്കും മനക്കണക്കിലെ വൈഭവത്തിനും 5 വയസ്സിനുള്ളിൽ തന്നെ ഈ കൊച്ചുമിടുക്കിനെ തേടിയെത്തിയത് എലൈറ്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സുമാണ്. കൂട്ടലും കിഴിക്കലുമെല്ലാം ഞൊടിയിടയിൽ. കണക്കിലെ ചോദ്യം ചോദിച്ചാൽ മതി, ഉത്തരം വേഗത്തിലെത്തും. 2.5 വയസ്സു മുതൽ തന്നെ സിദ്ധന്ത് വിഷ്ണുവിന് ഇങ്ങനെയൊരു കഴിവുണ്ട്. മറ്റു കളികളെക്കാൾ കണക്ക് പഠിക്കാനാണ് 5 വയസ്സുകാരനായ സിദ്ധന്തിന് താല്പര്യം. 5 വയസ്സിനുള്ളിൽ തന്നെ എലൈറ്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും നേടി. മോനൊരു 2-2.5 വയസ്സുള്ളപ്പോഴാണ് നമ്മൾ ഇവൻ മാത്സിൽ ഇങ്ങനെ മോനൊരു കഴിവുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത്. സോ നമ്മൾ വീണ്ടും നമ്മൾ ആളെ മോട്ടിവേറ്റ് ചെയ്ത് ആൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. പിന്നെ സ്കൂളിലൊക്കെ വന്നു തുടങ്ങിയപ്പോഴേക്കും വലിയ നമ്പേഴ്സിലേക്കൊക്കെ വന്നു തുടങ്ങി. വലിയ നമ്പേഴ്സൊക്കെ ബോർഡിൽ എഴുതിയിട്ട് അവൻ തന്നെ സോൾവ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇത് മാത്രമല്ല, ആള് ഷേപ്സ് ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും ആൽഫബറ്റ്സ് ആണെങ്കിലും ഒക്കെ ഒരു 2.5 വയസ്സിൽ മുതൽ തന്നെ ആള് പറയാനും ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം മാത്സിൽ ഇങ്ങനെ കൂടുതലായിട്ട് അഡീഷൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പറഞ്ഞു നമുക്ക് റെക്കോർഡ്സ് എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്ന്. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്തേക്ക് വന്നത്. എലൈറ്റിലേക്ക് നമ്മൾ കൊടുത്തത് അങ്ങനെയാണ്. നമ്മൾ വെറും 1-2 റെക്കോർഡ്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും റിസൾട്ട് വന്നിട്ടില്ല. സോ അതിനൊക്കെ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴേക്കും ആൾക്ക് 5 വയസ്സ് പൂർത്തിയാകും. അപ്പം നമ്മളിത് കൊടുത്തപ്പോൾ 4.5 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. റെക്കോർഡിന് കൊടുത്തപ്പോൾ 4.5 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങാടിപ്പുറം ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ സ്കൂളിലെ LKG വിദ്യാർത്ഥിയാണ് സിദ്ധന്ത്. അമ്മ ആതിരയും ഇതേ സ്കൂളിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അച്ഛൻ വിഷ്ണു ബംഗളൂരുവിൽ ജോലി ചെയ്യുന്നു. കണക്കിനൊപ്പം തന്നെ പസിൽസ് കളിക്കാനും ചെസ് കളിക്കാനും എല്ലാം സിദ്ധന്തിന് ഏറെ താല്പര്യമാണ്. ജനം, മലപ്പുറം.